കർത്താവിന് മഹത്വം. വീണ്ടും ഒരു വീഡിയോയുമായി നിങ്ങളുടെ മുന്നിൽ വരുവാൻ സഹായിച്ചതിനായി ഞാൻ കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. ഇന്നത്തെ വിഷയം ഉപവസിക്കുന്നവർക്ക് വേണ്ടിയിട്ടുള്ളതാണ്. ആദ്യം ഉപവാസത്തിൻ്റെ ചില പ്രയോജനങ്ങളൊക്കെ പറയാം. അതിനുശേഷം ഉപവാസം കൊണ്ടുണ്ടാകുന്ന ചില ദോഷഫലങ്ങളുണ്ട്, അതിനെ എങ്ങനെ നമുക്ക് മാറ്റാം, അതിനെക്കുറിച്ച് നമ്മൾ അറിഞ്ഞിരിക്കണം. ഞാൻ എൻ്റെ കാര്യത്തിലേക്ക് തന്നെ വരുവാനായിട്ട് ഞാൻ ആഗ്രഹിക്കുകയാണ്. 1995 ഞാൻ യേശു കർത്താവിന് എൻ്റെ ഹൃദയം കൊടുത്തു. ഏകദേശം 30 വർഷം 2025 എന്നാൽ ഓരോരുത്തർക്കും ഓരോരുടെ വിളിയുടെ ചില പ്രത്യേകതകളുണ്ട്. അതിൽ എൻ്റെ വിളിയുടെ ഒരു പ്രത്യേകത ഉപവസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുക എന്നുള്ളതാണ്. ഒരു വലിയൊരു ആയുസിൻ്റെ ഒരു വലിയൊരു ശതമാനം, അത് പറയാൻ പാടില്ലെങ്കിലും ഇപ്പോൾ ഈ വിഷയമായിട്ട് ബന്ധപ്പെട്ട് ഞാൻ പറയുകയാണ്. ഒരായുസിൻ്റെ നല്ലൊരു ശതമാനം ഉപവാസത്തിലായിരിക്കാൻ സ്വർഗത്തിലെ ദൈവം എനിക്ക് ശക്തി നൽകി. 40 21 അല്ല, പലപ്പോഴും ഒരു നേരം കഴിച്ചുകൊണ്ട് മാസങ്ങളോളം ഇരിക്കുന്ന ശീലങ്ങളും എനിക്കുണ്ട്. ഉപവാസത്തിലും പ്രാർത്ഥനയിലുമാണ് വിജയമെന്ന് ഉറക്കെ വിശ്വസിക്കുന്നൊരു വ്യക്തിയാണ് ഞാൻ. എല്ലാ പ്രശ്നങ്ങൾക്കും ഉപവാസത്തിലും പ്രാർത്ഥനയിലും പ്രതിവിധിയുണ്ട് എന്ന് വിശ്വസിക്കുന്ന വ്യക്തിയാണ് ഞാൻ. അത് എൻ്റെ ജീവിതത്തിൽ കാണുകയും കർത്താവ് ചെയ്യുന്ന വിടുതലുകൾ അനുഭവിക്കുകയൊക്കെ ചെയ്യുവാൻ ദൈവമിടയാക്കി. എന്നാലും പൊതുവെ എൻ്റെ വ്യക്തിപരമായ വിഷയങ്ങൾക്ക് വേണ്ടി വളരെ കുറച്ച് മാത്രമേ ഞാൻ ഉപവസിക്കാറുള്ളൂ. ദൈവം തരുന്ന വിഷയങ്ങൾക്കായിരിക്കും മിക്കവാറും ഉപവാസമൊക്കെ. ഉപവസിക്കാത്തവർ കർത്താവിൻ്റെ മണവാട്ടിയല്ല എന്ന് കൂടെ വിശ്വസിക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. നിങ്ങളങ്ങനെ വിശ്വസിക്കുമോ എനിക്കറിയത്തില്ല, അത് ശരിയാണോ എനിക്കറിയത്തില്ല, പക്ഷെ ഞാനങ്ങനെ വിശ്വസിക്കും. കാരണം നിൻ്റെ ശിഷ്യന്മാർ ഉപവസിക്കുന്നില്ല എന്നൊക്കെ പറഞ്ഞപ്പോൾ കർത്താവ് പറഞ്ഞു, ഞാൻ പോയി കഴിയുമ്പോൾ അവർ ഉപവസിക്കും. മണവാളൻ ഇപ്പം കൂടെയുള്ളതുകൊണ്ടാണ്. അത് കഴിയുമ്പോൾ മണവാട്ടി ഉപവസിക്കും. അപ്പോൾ മണവാട്ടിയാണെങ്കിൽ തീർച്ചയായും ഉപവസിക്കും, പ്രാർത്ഥിക്കും എന്ന് ഞാൻ 100% വിശ്വസിക്കുന്നു. അതില്ലാത്തവർ മണവാട്ടി സഭയിൽ അംഗമല്ല എന്നുള്ള ഒരു ചിന്തയാണ് പലപ്പോഴും എൻ്റെ ഉള്ളിൽ വരുന്നത്. കാരണം ഈ പറയുന്ന പോലെ എളുപ്പമൊന്നുമല്ല ഉപവാസം. ഒരു ദിവസം മുഴുവൻ ആഹാരം കഴിക്കാതെയൊക്കെ ഇരിക്കുക, അല്ലെങ്കിൽ 20 ദിവസമൊക്കെ ഉപവസിച്ച് ആഹാരം ഒട്ടും കഴിക്കാതെ ചിലപ്പോൾ ഒരു ചായയോ വെള്ളമോ മാത്രം കുടിച്ചിരിക്കുക എന്നൊക്കെ പറയുന്നത് ദൈവകൃപയില്ലെങ്കിൽ നടക്കത്തില്ല. മാനുഷികമായിട്ട് അത്ര എളുപ്പമല്ല. പെന്തക്കോസ്ത് സഭയിലാണ് ഏറ്റവും കൂടുതൽ ആളുകൾ ഉപവസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നത്. ദൈവകൃപ കൊണ്ട് ഞാൻ അങ്ങനെ ഒരു സഭയിൽ അംഗമാകുവാൻ ദൈവം സഹായിച്ചതിനായിട്ട് കർത്താവിന് നന്ദി പറയുന്നു. നേരത്തെ ഉണ്ടായിരുന്ന മർത്തമ സഭയിലൊക്കെ നൊയമ്പ് എന്നൊക്കെ പറയുന്ന ഒരു രീതിയാണ്. എന്ന് പറഞ്ഞാൽ ഇറച്ചി മീനും കഴിക്കത്തില്ല, ബാക്കിയൊക്കെ വയറ് നിറച്ച് കഴിക്കുക, അങ്ങനെ നിൽക്കും കുറച്ച് നാളുകൾ. അന്നൊന്നും അത്രയൊന്നും എനിക്ക് ആത്മീയമായുള്ള അറിവൊന്നും ഇല്ലായിരുന്നുകൊണ്ട് ഈ നൊയമ്പൊന്നും ഞാൻ ഒരിക്കലും എടുത്തിട്ടില്ല. എന്നാൽ എന്നു മുതൽ പെന്തക്കോസ്തി വന്നു അന്ന് മുതൽ നിരന്തരമായി ഉപവസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുവാനായിട്ട് കർത്താവിനെ സഹായിച്ചു. ഉപവാസം കൂടാതെ നമ്മുടെ ബന്ധനങ്ങളൊന്നും അഴിഞ്ഞു പോകുന്നില്ല. എന്നാൽ ഉപവാസം നമുക്ക് വിശ്വാസികൾക്ക് തീർച്ചയായിട്ടും ദൈവമക്കൾക്ക് അതൊരാവശ്യം തന്നെയാണ്. നമ്മുടെ മുന്നിലുള്ള പ്രശ്നങ്ങളെ, പ്രതികൂലങ്ങളെ മാറ്റുവാൻ ദൈവം നമ്മളെ എക്വിപ്പ് ചെയ്യുന്നത് ഉപവാസത്തിൽ കൂടെയാണ്. ഉപവാസത്തിൻ്റെ നടുക്ക് രോഗസൗഖ്യങ്ങളും ഭൂതശാന്തിയും ഒക്കെ നടക്കുന്നത്, ആളുകളുടെ പ്രശ്നങ്ങളുടെ വിടുതലുകളൊക്കെ നടക്കുന്നത് കാണുവാൻ കൃപയാൽ കർത്താവ് ഇടയാക്കി. എന്നാൽ പെന്തക്കോസ്ത് സഭകളിലും ഇന്ന് ഉടായ്പ ഉപവാസങ്ങളാണ് കൂടുതലും എന്ന് പറയാതിരിക്കാൻ കഴിയില്ല. ഒരു സഭയിൽ ഉപവാസ പ്രാർത്ഥന വെച്ചാൽ അതിൽ 90% ആളുകളും നല്ലപോലെ ആഹാരം കഴിച്ചിട്ടാണ് വരുന്നത്. അവർക്ക് ഉപവസിക്കേണ്ട, അവർക്ക് ദൈവം എല്ലാം കൊടുത്തിട്ടുള്ളത് കൊണ്ടും കർത്താവിനെ അനുഗ്രഹിച്ചുകൊണ്ട് അവർക്ക് ആവശ്യങ്ങളൊന്നുമില്ല. അതുകൊണ്ട് അവർക്ക് കർത്താവിൻ്റെ മുന്നിൽ ഉപവസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യേണ്ട യാതൊരു ആവശ്യമില്ല. അങ്ങനെ തന്നെയാണ് ആളുകൾ. അത് തന്നെ ദൈവദാസന്മാരും പഠിപ്പിക്കുന്നതൊക്കെ അങ്ങനെ തന്നെയാണ്. ജനം പഠിക്കുന്നത് ദൈവദാസന്മാർ പഠിപ്പിക്കുന്നതാണല്ലോ. വെള്ളിയാഴ്ചത്തെ ഒരു
പ്രാർത്ഥനയുണ്ട് എല്ലാ പെന്തക്കോസ്തുകളിലും. 11 മണിക്ക് ചെല്ലുക, 1 മണിക്ക് പോവുക, ബിരിയാണി കഴിക്കുക. ഇങ്ങനെ പഠിപ്പിച്ച് ജനത്തിനിപ്പോൾ ഉപവാസവും ഇല്ല, പ്രാർത്ഥനയില്ല, വിടുതലുമില്ല. പിന്നെ സാത്താൻ ആരെങ്കിലും പിടിച്ചു വല്ലാത്ത രീതി കുരുക്കിട്ടാൽ മാത്രമേ അവരൊക്കെ എങ്ങനെയും ഉപവസിക്കുകയുള്ളൂ. അതുപോലെ ആത്മമാരുള്ള ദൈവദാസന്മാരും ദൈവമക്കളും ഉപവസിക്കാറുണ്ട്. ബാക്കിയൊക്കെ തിന്നുകൊഴുത്ത് നടക്കുകയാണെന്നുള്ളതാണ് അതിൻ്റെ സത്യം. എന്നാൽ ദൈവസഭയ്ക്ക് ഉപവസിച്ചേ പറ്റുള്ളൂ. ഉപവാസത്തിന് ചില ഉപകാരങ്ങളുണ്ട്. അത് ആത്മീയമായും ഭൗതികമായ ഉപകാരങ്ങളുണ്ട്. അതിൻ്റെ ദോഷഫലങ്ങളിലേക്ക് പോകുന്നതിന് മുമ്പ് അത് നിങ്ങളോട് ഒപ്പം പങ്കുവെക്കുവാനായിട്ട് ഞാൻ ആഗ്രഹിക്കുകയാണ്. ദീർഘനാളുകൾ അതിനുള്ള കൃപ ലഭിച്ച വ്യക്തി എന്നുള്ള നിലയിൽ ഒരുപാട് അനുഭവങ്ങളുണ്ട്. അതൊക്കെ നിങ്ങളോട് പറയണമെന്നുള്ളതാണല്ലോ ആയിരിക്കും എന്നെക്കുറിച്ചുള്ള ദൈവത്തിൻ്റെ നിയോഗം. ഉപവാസത്തിൻ്റെ ഉപയോഗമെന്ന് പറഞ്ഞാൽ തീർച്ചയായിട്ടും നമ്മുടെ ശരീരത്തിൽ എപ്പോഴും ടോക്സിക് ആയിട്ടുള്ള സബ്സ്റ്റൻസ് ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ കഴിക്കുന്ന ആഹാരത്തിനകത്ത് ഒരുപാട് വിഷപദാർത്ഥങ്ങളുണ്ട്. അതെല്ലാം വേർതിരി നമുക്ക് ആവശ്യമുള്ള നല്ല കാര്യങ്ങൾ എടുത്തിട്ട് ബാക്കിയെല്ലാം പല രീതിയിൽ നമ്മുടെ ശരീരത്തിൽ നിന്ന് പുറത്ത് പോയിക്കൊണ്ടിരിക്കുകയാണ്. അതായത് എപ്പോഴും ബ്ലഡിനകത്ത് ഒരു പരിധി വരെ വിഷവസ്തുക്കൾ കാണും, നമ്മുടെ ശരീരത്തിൽ അത് കാണും. നമ്മൾ കഴിക്കുന്ന കാലത്തോളം അത് ഉണ്ടായിക്കൊണ്ടേയിരിക്കും, അത് പുറത്ത് കളഞ്ഞുകൊണ്ടേയിരിക്കും. അത് നിരന്തരമായി നടക്കുന്ന ഒരു പ്രക്രിയയാണ്. ഇതൊക്കെ നമ്മുടെ ആരോഗ്യത്തെ ഒരു തരത്തിലല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ ബാധിക്കുന്നു എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ കഴിച്ചുകൊണ്ടേ ഇരുന്നാൽ നമ്മുടെ ശരീരത്തിൻ്റെ ശരിയായ മെയിൻ്റനൻസുകളൊന്നും മുഴുവനായി ചെയ്യുവാൻ ശരീരത്തിന് കഴിയണമെന്നില്ല. എന്നാൽ ഉപവാസം ഇരിക്കുന്ന ഒരു വ്യക്തി, പ്രത്യേകിച്ച് 23 ദിവസം നിങ്ങളൊന്നും കഴിക്കാതിരിക്കാമെങ്കിൽ ശരിക്കും നിങ്ങളുടെ ബോഡിക്കകത്തുള്ള ഒരു റീജുവനേറ്റ് ചെയ്യും നിങ്ങളുടെ ബോഡിക്കകത്ത്. നിങ്ങൾ കഴിക്കാത്തത് കൊണ്ട് അതിനകത്തുള്ള വിഷാംശങ്ങളെല്ലാം പുറത്തു പോകും. കാരണം ബോഡിക്ക് ഇഷ്ടം പോലെ നിങ്ങൾ ആഹാരം കഴിക്കാത്തതുകൊണ്ട് നിങ്ങളുടെ അകത്തുള്ള പ്രശ്നങ്ങളെല്ലാം മാറുവാനായിട്ട് ബോഡിക്ക് ഇഷ്ടം പോലെ സമയമുണ്ട്. അപ്പോൾ അതിങ്ങനെ നിങ്ങൾ ഒരുപാട് അധ്വാനിക്കാൻ പാടില്ലെന്നേ ഉള്ളൂ. ആ സമയത്ത് നിങ്ങൾ റെസ്റ്റ് എടുത്ത് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നാൽ നിങ്ങളുടെ ശരീരത്തിനകത്ത് ഒരുപാട് കാര്യങ്ങൾ നടക്കും, ഒരുപാട് കാര്യങ്ങൾ മാറും. നിങ്ങളുടെ യുവത്വം തന്നെ നിങ്ങൾക്ക് തിരിച്ചു കിട്ടിയെന്നിരിക്കും. അത് ഞാൻ വിശ്വസിക്കുന്ന കാര്യമാണ്. അതിനോടൊപ്പം 2016 ജപ്പാനിൽ നിന്നുള്ള ശാസ്ത്രജ്ഞന് നോബൽ സമ്മാനം കിട്ടിയതിൽ ഒരു കാര്യമെന്ന് പറയുന്നത് ഈ ഫാസ്റ്റിങ്ങും ക്യാൻസറിൻ്റെ ക്യൂറുമായിട്ടുള്ള ബന്ധമാണ്. ഫാസ്റ്റിംഗ് ചെയ്യുന്നത് ക്യാൻസറിൻ്റെ ക്യൂറിനെ അതിനെ ഹെൽപ്പ് ചെയ്യുമെന്നാണ് അദ്ദേഹത്തിൻ്റെ പഠനം. അതിനാണ് നോബൽ സമ്മാനം കിട്ടിയത്. പേര് എന്തോ ഒരു ജപ്പാനീസ് പേരാണ്, ഞാൻ ഓർക്കുന്നില്ല. 2016 നോബൽ സമ്മാനമാണ്. ആ നോബൽ സമ്മാനത്തിൻ്റെ അതിൻ്റെ പറയുന്നത് അത് ഓട്ടോഫാഗി, അതായത് അതിനെക്കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽസ് ഒന്നും പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. ഒരുപാട് കാര്യങ്ങളുണ്ട്. ഫാസ്റ്റിംഗ് മുഖാന്തരം നമ്മുടെ ശരീരത്തിൽ കിട്ടുന്ന ഒരുപാട് പ്രയോജനങ്ങളുണ്ട്. അപ്പോൾ നമുക്ക് വളരെ നല്ലൊരു കാര്യമാണ് ഫാസ്റ്റിംഗ്. 2, ആത്മീയമായുള്ള പ്രയോജനം. നമ്മൾ ആത്മാവിൽ ശക്തി പ്രാപിക്കും. ദൈവമായിട്ട് ചേർന്നിരിക്കുമ്പോൾ നമ്മുടെ മുഖത്ത്, നമ്മുടെ ശരീരത്തിൽ ദൈവത്തിൻ്റെ തേജസ് വ്യാപരിക്കുവാനായിട്ടിടയാവും. അത് മോശയുടെ മുഖത്ത് നമുക്ക് കാണുവാനായിട്ട് കഴിയും. വേദോസം പറയുന്നു, ഏകദേശം 40-50 ദിവസത്തോളം ഇരുന്ന മോശ, അദ്ദേഹത്തിൻ്റെ മുഖം വലിയ എന്താ പറയുന്നത്, LED ഫ്ലഡ് ലൈറ്റൊക്കെ ഇട്ട പോലെ അങ്ങ് പ്രകാശിച്ചു. അവസാനം അദ്ദേഹം മൂടുപട ഇട്ടുകൊണ്ട്, ചുരുക്കം പറഞ്ഞാൽ പർദ്ദ ഇട്ടുകൊണ്ട് നടക്കേണ്ട ഒരു ഗതികേടിലേക്ക് പോയി. കാരണം മുഖത്തോട് നോക്കിയ സൂര്യനിലേക്ക് നോക്കുന്ന പോലെ ആയിരിക്കുക. അതെപ്പോഴാണ് വന്നത്? ദൈവത്തോടു കൂടി ഇരുന്നപ്പോഴാണ് വന്നത്. ഞാൻ തീർച്ചയായിട്ടും വിചാരിക്കുന്നു, നമ്മൾ ദൈവത്തോടു കൂടി ഇരിക്കുമ്പോൾ മനുഷ്യനത് കാണാൻ കഴിഞ്ഞാലും ഇല്ലെങ്കിലും സാത്താന് കാണാൻ പറ്റുന്ന, അവന് ഭയപ്പെടുത്തുന്ന രീതിയിൽ നമുക്ക് തേജസ് വർദ്ധിക്കുന്നു എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഇത് ഉപവാസത്തിൻ്റെ പോസിറ്റീവായിട്ടുള്ള വശം. തീർച്ചയായിട്ടും നമുക്കത് ദോഷമാണോ ഇല്ലയോ എന്നുള്ളതല്ല വിഷയം, കർത്താവ് കൽപ്പിച്ചിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളതാണ് വിഷയം. ശിഷ്യന്മാർക്ക് ചന്ദ്രരോഗമുള്ളതിനെ സൗഖ്യമാക്കാൻ കഴിയാതിരുന്നപ്പോൾ കർത്താവ് പറയുന്ന ഒരു കാര്യമാണ്. ഒന്ന്, അവർക്ക് വിശ്വാസക്കുറവുകൊണ്ടാണെന്ന് പറയുന്നുണ്ട്. 2,
ഉപവാസത്താലും പ്രാർത്ഥനയാലും അല്ലാതെ ഈ ജാതി നീങ്ങിപ്പോകുന്നില്ല. അതായത് ഏത് വലിയ പ്രശ്നവും മാറാത്ത പ്രശ്നങ്ങളും മാറാൻ നമ്മുടെ കയ്യിലുള്ള ന്യൂക്ലിയർ ബോംബ് ഒന്നേ ഉള്ളൂ, അത് ഉപവാസവും പ്രാർത്ഥനയാണ്. നിങ്ങളുടെ ജീവിതത്തിൽ എത്ര വലിയ വിഷയമുണ്ടെങ്കിലും നിങ്ങൾ ഉപവസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്താൽ നിങ്ങളുടെ ജീവിതത്തെ മാനസാന്തരത്തിലേക്ക് കൊണ്ടുവരുവാനും ശത്രുവിൻ്റെ ശക്തിയെ തകർക്കുവാനും നിങ്ങൾ ബലപ്പെടുവാനും ഇടയാകും. അപ്പോൾ തന്നെ ഉപവാസം പ്രാർത്ഥനയും കൊണ്ട് എന്തെങ്കിലും ദോഷമുണ്ടോ? തീർച്ചയായിട്ടും ദോഷമുണ്ട്. അതിനെക്കുറിച്ച് പറയാനാണ് ഞാൻ വരുന്നത്. അപ്പം അതിൻ്റെ പരിഹാരം എന്തുകൊണ്ടാണ് ഉപവാസം പ്രാർത്ഥനയും കൊണ്ട്? ഉപവാസം കൊണ്ട് പ്രാർത്ഥനയുടെ വിഷയമല്ല, പ്രാർത്ഥന കൊണ്ട് നമ്മൾ അനുഗ്രഹിക്കപ്പെടും. കർത്താവ് മോശയൊക്കെ വെള്ളം കുടിക്കാതാണ് ഉപവസിച്ചിട്ടുള്ളത്. ഒരിക്കൽ സാധു സുന്ദർ സിംഗ് യേശു ചെയ്ത പോലെ 21 ദിവസം വെള്ളം കുടിക്കാതെ ഉപവസിക്കാൻ കാട്ടിലേക്ക് പോയി. എപ്പോഴോ ആരോ ആ കാട്ടിൽ കൂടെ പോയപ്പോൾ അദ്ദേഹം ബോധമില്ലാതെ മരണാസന്നനായി കിടക്കുന്ന കണ്ടുകൊണ്ട് അദ്ദേഹത്തെ എടുത്ത് ആശുപത്രി കൊണ്ടുപോയി. അങ്ങനെ കഷ്ടിച്ച് അദ്ദേഹം രക്ഷപ്പെടുകയായിരുന്നു. അപ്പോൾ നമുക്ക് ദൈവീയ നിയമമില്ലാതെ കർത്താവിനെ കോപ്പിയടിച്ചോ ഒന്നും നമുക്ക് ചെയ്യാൻ പറ്റുന്നൊരു കാര്യമല്ല ഉപവാസവും പ്രാർത്ഥനയും, പ്രത്യേകിച്ചും വെള്ളം കുടിക്കാതെ. ഞാൻ 3 ദിവസം വരെ വെള്ളം കുടിക്കാതിരുന്നിട്ടുണ്ട്. അന്ന് തീരുമാനിച്ച് ഇനി ഒരിക്കലും കർത്താവ് പറയാതെ ചെയ്യത്തില്ല. കാരണം കട്ടിലിൽ നിന്ന് എഴുന്നേക്കാൻ പറ്റിയാലല്ലേ. ഞാൻ ഉപവസിച്ചു, വെള്ളം കുടിച്ചിട്ടില്ല. 3-ാമത്തെ ദിവസം എനിക്ക് ശക്തിയുണ്ടെന്നൊക്കെ തോന്നി. പക്ഷേ ഞാൻ അതിനിടയ്ക്കൊന്നും കട്ടിലിൽ നിന്ന് എഴുന്നേറ്റ് പ്രത്യേകിച്ചൊന്നും ചെയ്തോ എന്നോ ഓർത്താന്നില്ല. മിക്കവാറും ഞാൻ തളർന്ന് കിടക്കുകയായിരുന്നു. അപ്പോൾ അന്ന് ഞാൻ തീരുമാനിച്ചു ഇനി ഇങ്ങനെ ഒരു ഉപവാസം ഞാൻ ചെയ്യത്തില്ല. വെള്ളം കുടിക്കാതെ ഉപവസിക്കാൻ പരിശുദ്ധാത്മാവ് പറയാതെ ചെയ്യത്തില്ല എന്ന് ഞാൻ തീരുമാനിച്ചു. ഇന്ന് വരെ ഞാൻ 40 ദിവസം ഒരു നേരം ഉപവസിക്കാതെ ഞാൻ ഇരുന്നിട്ടുമില്ല. അതായത് 40 ദിവസം കംപ്ലീറ്റ് ആയിട്ട് ഞാൻ ഉപവാസം ഒരിക്കലും ഇരുന്നിട്ടില്ല. അതെൻ്റെ ഒരു ജീവിതത്തിൽ ഇപ്പോഴും നടക്കാത്ത ഒരാഗ്രഹമാണ്. ജോലിയും മറ്റു കാര്യങ്ങളും തിരക്കുക കാരണം ഇന്ന് വരെ നടന്നിട്ടില്ല. ഇപ്പോഴത്തെ സ്ഥിതിയിൽ എനിക്ക് കണ്ടിന്യൂ ഉപവസിക്കാൻ പറ്റത്തില്ല. കാരണം ഒരുപാട് മരുന്നുകൾ കാര്യങ്ങൾ, അത് കാരണം ഇപ്പോഴത്തെ ഉപവാസങ്ങളെല്ലാം രാവിലെ തൊട്ട് രാത്രി വരെ രാത്രിയിൽ കഴിക്കേണ്ടി വരുന്ന ഒരു സ്ഥിതിയാണ്. പക്ഷേ എനിക്കതിൽ നിരാശയില്ല. എൻ്റെ ജീവിതത്തിൽ ഒരുപാട് ഉപവസിക്കാനും പ്രാർത്ഥിക്കാനും കർത്താവിനെ സഹായിച്ചു. അതുകൊണ്ട് തന്നെ ജീവിതത്തിൽ എനിക്ക് നിരാശകളൊന്നുമില്ല. എങ്കിലും ഇപ്പോഴും ഞാൻ ഒരു നേരം കഴിച്ചുകൊണ്ട് എത്ര നാൾ വേണേലും പല വിഷയങ്ങളുടെ പുറത്ത് ഞാൻ ഇരിക്കാറുണ്ട്. കർത്താവിന് ഞാൻ മഹത്വം കൊടുക്കുന്നു. ഇനി ഇതുകൊണ്ടുള്ള ദോഷഫലങ്ങളെക്കുറിച്ച് പറയാനായിട്ട് ഞാൻ ആഗ്രഹിക്കുകയാണ്. അതിനെ എങ്ങനെ ഓവർകം ചെയ്യാം? ഉപവസിക്കുക എന്ന് പറയുന്നത് നാച്ചുറലായിട്ടുള്ള ഒരു കാര്യമല്ല, അത് അൺനാച്ചുറലായിട്ടുള്ള ഒരു കാര്യമാണ്. ആഹാരം കഴിക്കണം അല്ലെങ്കിൽ വിശക്കും എന്ന് നമ്മുടെ ശരീരം തന്നെ നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. ഈ നിയമം നമ്മളുണ്ടാക്കിയൊന്നുമല്ല. മനുഷ്യൻ പാവമില്ലാത്ത കാലത്ത് തന്നെ മനുഷ്യന് ആഹാരം ഉണ്ടായിരുന്നു, അവൻ ആഹാരം കഴിക്കുമായിരുന്നു എന്നൊക്കെ നമുക്ക് അറിയാം. അന്ന് അവർ കഴിക്കുവാനായിട്ട് ഫലവൃക്ഷങ്ങളും ഒക്കെ ഒരുപാട് ദൈവം അവർക്ക് വേണ്ടി കൊടുത്തു. അപ്പോൾ ആഹാരം പാപമുണ്ടാകുന്നതിന് മുമ്പ് തന്നെ ഉണ്ടായിരുന്ന ഒരു കാര്യമാണ്. അപ്പോൾ ആഹാരം നിർത്തുന്നത് തീർച്ചയായിട്ടും ദൈവത്തിൻ്റെ കൽപ്പനയെ ലംഘിക്കുന്നത് തന്നെയാണ്. ദൈവത്തിൻ്റെ കൽപ്പനയെ ലംഘിക്കുകയാണെങ്കിലും അതിനകത്ത് പിന്നെയും ദൈവകൽപ്പനയുണ്ട്. അങ്ങനെ ദൈവകൽപ്പനയോടുകൂടെ ഉപവസിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ദൈവം നമ്മെ സഹായിക്കുക. അപ്പോൾ തന്നെ ശരീരത്തിന് അതിൻ്റെതായുള്ള ചില വിഷയങ്ങൾ ഉണ്ടാകുന്നുണ്ട്. അതിനെക്കുറിച്ച് ഞാൻ പറയുകയാണ്. ഒന്നാമത്തെ പ്രശ്നം, ഉപവസിക്കുന്നവർക്ക് ആസിഡിറ്റി ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. എനിക്ക് വളരെ ഉപവസിച്ച് ശക്തമായ ആസിഡിറ്റിയുടെ പ്രയാസത്തിലേക്ക് ഞാൻ കടന്നു. ആസിഡിറ്റിയിൽ നിന്ന് പലവിധ പ്രശ്നങ്ങളുണ്ട്. അതിന് ഞാനൊരു ഡോക്ടർ അല്ലാത്തതുകൊണ്ട് ഇങ്ങനെയുള്ള കാര്യങ്ങൾ വിശദീകരിക്കണമെന്ന് ആഗ്രഹമുണ്ടെങ്കിലും കുറേയൊക്കെ കാര്യങ്ങൾ അറിയാമെങ്കിലും എനിക്കത് താല്പര്യമില്ല. കാരണം ഇതിൻ്റെ ഇപ്പോൾ തന്നെ 14 മിനിറ്റായി. അതുകൊണ്ട് എനിക്ക് അതിനെക്കുറിച്ച് കൂടുതൽ പറയുവാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നില്ല. ആസിഡിറ്റി ഉണ്ടാകുന്നതുകൊണ്ട് ഒരുപാട് പ്രയാസങ്ങളുണ്ട്. തീർച്ചയായിട്ടും ആസിഡിറ്റി ഉള്ളവർക്കൊക്കെ അറിയാം, ഗ്യാസിൻ്റെ ഒരുപാട് പ്രയാസങ്ങളുണ്ടാകുന്നുണ്ട്. അത് തൊണ്ട പൊള്ളിക്കഴിഞ്ഞാൽ ശ്വാസം മുട്ടലും പ്രയാസങ്ങളും ഉണ്ടാകാം. ഗ്യാസിൻ്റെ പ്രശ്നങ്ങളുണ്ടായിട്ട് അതിഭയങ്കരമായ ബുദ്ധിമുട്ടുകളുണ്ടാകും. അതുപോലെ കണ്ടമാനം വയറെരിച്ചിൽ ഒക്കെ ഉണ്ടാകും. ഇതൊരു വലിയ പ്രശ്നം തന്നെയാണ്. പലപ്പോഴും ഒരുപാട് ഉപവസിക്കുന്നവർക്കുണ്ടാകുന്നൊരു പ്രശ്നമാണ് ഇതൊക്കെ. അതിനെ ഇപ്പം തൽക്കാലം ഞാൻ ഇംഗ്ലീഷ് മരുന്നുകളൊക്കെ കഴിക്കുന്നു എന്നുള്ളത് കൊണ്ട്
ഞാൻ അതിൻ്റെ കൂടെ ആസിഡിറ്റിയുടെ ഗുളികകൾ കഴിക്കേണ്ട ഒമ്നിപ്രസോൾ, പാൻഡോപ്രസോൾ, എസാമോപ്രസോൾ ഇങ്ങനെയൊക്കെയുള്ള 2-3 ഗുളികകളുണ്ട് മെയിനായിട്ടുള്ള. അതിൽ ഉപവസിക്കുന്ന സമയത്ത് ഇത് ആഹാരം കഴിക്കുന്നതിന് മുമ്പ് കഴിക്കുന്നതായതുകൊണ്ട് സാധാരണ രീതിയിൽ നമ്മൾ ഉപവസിക്കുന്ന ദിവസങ്ങളിൽ ഈ ഒരു ഗുളിക രാവിലെ കഴിക്കാമെന്നുണ്ടെങ്കിൽ ആസിഡിറ്റിയുടെ കാര്യത്തിൽ ഒരു വ്യത്യാസം ഉണ്ടാകും, ശമനം ഉണ്ടാകും തന്നെയാണ് ഞാൻ ചിന്തിക്കുന്നത്. എങ്കിലും ഞാൻ ഡോക്ടറല്ല, ഡോക്ടറോട് ചോദിക്കണം. ഈ ആസിഡിറ്റിയുടെ ഗുളിക കഴിക്കാതിരുന്ന സമയങ്ങളിലൊക്കെ എനിക്ക് ഒരുപാട് ബുദ്ധിമുട്ടുണ്ടായിട്ടുണ്ട്. പ്രത്യേകിച്ച് ഇംഗ്ലീഷ് മരുന്ന് ആസിഡിറ്റി ഉണ്ടാക്കുന്നതാണ്. അപ്പോൾ അതിൻ്റെ കൂടെ നേരത്തെ എനിക്ക് തുടങ്ങിയത് പക്ഷേ ഉപവാസം മുഖാന്തരമാണ്. അപ്പോൾ തീർച്ചയായിട്ടും ആസിഡിറ്റി കൺട്രോൾ ചെയ്ത് വെക്കേണ്ട ഒരു ആവശ്യമായതുകൊണ്ട് ഒരു പക്ഷേ ആസിഡിറ്റിയുടെ ഗുളിക കഴിക്കുന്നത് ഉപവസിക്കുന്ന സമയത്ത് മാത്രം അതൊരു പ്രയോജനം ചെയ്യുമെന്ന് തന്നെയാണ് ഞാൻ ചിന്തിക്കുന്നത്. നിങ്ങൾക്ക് ആസിഡിറ്റി ഉണ്ടെങ്കിൽ മാത്രം, ഇല്ലെങ്കിൽ തുടരുത്. നിങ്ങൾക്ക് ഉപവാസം കൊണ്ട് ആസിഡിറ്റി ഉണ്ടാകുന്നെങ്കിൽ നിങ്ങൾക്കതൊരു നല്ല ചോയ്സ് ആയിരിക്കും. രണ്ടാമത്തെ ഏറ്റവും വലിയ പ്രശ്നം, നിങ്ങൾ പൊതുവായിട്ട് ഉപവസിക്കുന്നവരെ കണ്ടു കാണും. ഉപവസിക്കുന്നവരുടെ ഒരു വലിയ വിഷയം എന്ന് പറയുന്നത് അവർ ഫുട്ബോൾ പോലെ കയറി വീർക്കും. നമ്മൾ വിചാരിക്കും അവർ പട്ടിണി കിടന്ന് മെലിഞ്ഞ് ചാവുമായിരിക്കുന്നു, പക്ഷെ തിരിച്ചാണ് സംഭവിക്കുന്നത്. അവർ ഉപവാസമിരിക്കുന്ന സമയത്തൊക്കെ വണ്ണം കുറയും, അത് കഴിഞ്ഞ് അവർ ഫുട്ബോൾ കാറ്റടിച്ച് വീർക്കുന്ന പോലെ കയറി വീർക്കും. ഇതിൻ്റെ പുറകിൽ ചില കാര്യങ്ങളുണ്ട്. വൈദ്യശാസ്ത്രത്തിനനുസരിച്ചാണ് ഞാൻ ഈ കാര്യങ്ങൾ പറയുന്നത്. അതായത് നമ്മുടെ ബോഡിയിൽ ആഹാരം കിട്ടുന്നില്ലെങ്കിൽ നമ്മുടെ തലച്ചോറ് ശരീരത്തോട് മെറ്റബോളിസം ഡൗൺ ചെയ്യാൻ പറയും, കൽപ്പന കൊടുക്കും. ആഹാരമൊന്നും കിട്ടുന്നില്ല, അതുകൊണ്ട് ഉള്ള എനർജി അവിടെ സേഫായിട്ട് വെക്കാനായിട്ട് കുറഞ്ഞ ചിലവിൽ വണ്ടി ഓടിക്കാൻ നമ്മുടെ ശരീരത്തോട് ബ്രെയിൻ കൽപ്പന കൊടുക്കും. അതായത് നമുക്ക് പിന്നെ നല്ല എനർജറ്റിക് ആയിട്ടിരുന്ന ഒരാളായാലും സ്വാഭാവികമായിട്ട് അവരുടെ എനർജി ലെവലെല്ലാം കുറഞ്ഞ് ഡൗൺ ആയിപ്പോകും. അങ്ങനെ വരുമ്പോൾ പിന്നെ പ്രായമുള്ളവരുടെ കാര്യം പറഞ്ഞ പോലെ അവർക്ക് അധികം എനർജി വേണ്ടാത്ത ഒരവസ്ഥയിലേക്ക് ബോഡി താഴ്ന്നു വരും. ഇങ്ങനെ താഴ്ന്നു വന്നിരിക്കുന്ന ആൾ 20 ദിവസം ഉപവാസം കഴിഞ്ഞ് ബോഡിയുടെ ഏറ്റവും ലോവസ്റ്റ് കണ്ടീഷനിൽ അതിൻ്റെ മെറ്റബോളിസം എല്ലാം കുറഞ്ഞ് വളരെ, അതായത് സെല്ലിനകത്തുള്ള കെമിക്കൽ ഇതെല്ലാം പ്രവർത്തനങ്ങളെല്ലാം വളരെ ഡൗൺ ആവും, ഒരുപാട് ഡൗൺ ആവും. അങ്ങനെ ഡൗൺ ആയി കഴിഞ്ഞ ഒരാൾ ഉപവാസം നിർത്തുക. ഉപവാസം നിർത്തുമ്പോൾ 20 ദിവസം ഇരുന്നതിൻ്റെ വാശിയും കൂടെ തീർത്ത് അന്ന് മുതൽ തിന്നുക. പക്ഷെ സത്യം പറഞ്ഞാൽ ഉപവാസം ഇരിക്കുന്നതിന് മുമ്പ് ആ മനുഷ്യൻ എത്ര ആഹാരം വേണോ അതിൻ്റെ 4/1 ആഹാരം മതി, അത്രയും പുള്ളിക്ക് അന്ന് കഴിയാനുള്ള ആഹാരം. പക്ഷേ നമ്മൾ അന്ന് മുതൽ നല്ലോണം ആഹാരം കഴിക്കും. ചുരുക്കം പറഞ്ഞാൽ എന്തുമാത്രം വെയിറ്റ് ലോസ് ആയോ അതെല്ലാം ഒരാഴ്ചയ്ക്ക് ഉള്ളിൽ ബോഡി കയറി പിടിക്കും. കിട്ടുന്ന എല്ലാം അത് സൂക്ഷിച്ചു വെക്കുകയും ചെയ്യും. അപ്പോൾ തന്നെ മെറ്റബോളിസം കൂടത്തുമില്ല. ഇതൊരു വലിയൊരു അപകടമാണ്. ശരിക്കും പറഞ്ഞാൽ ഉപവാസം കഴിഞ്ഞ് അധികം കുറച്ച് നാളത്തേക്കെങ്കിലും ബോഡിയുടെ മെറ്റബോളിസം നോർമലാക്കിയിട്ട് വേണം നമ്മൾ പഴയ ആഹാര രീതിയിലേക്ക് പോകാനായിട്ട്. അതുവരെ നമ്മൾ എക്സസൈസൊക്കെ ചെയ്ത് നമ്മൾ ബോഡിയെ പഴയ രീതിയിലേക്ക് കൊണ്ടുവരണം. അതത്ര എളുപ്പമല്ല. കുറച്ച് ദിവസം നിങ്ങൾ ബോഡി ആക്ടിവിറ്റീസ് നടക്കുകയും എടുക്കുകയൊക്കെ ചെയ്ത് ഒന്ന് കുറച്ച് വേർപ്പിച്ച് ഒക്കെ കഴിഞ്ഞാലേ ബോഡി പഴയ രീതിയിലേക്ക് വരികയുള്ളൂ. അങ്ങനെ നിങ്ങൾ ഓടാനും ചാടാനൊക്കെ തുടങ്ങുമ്പോഴേ നിങ്ങളുടെ ബോഡി മെറ്റബോളിസം കൂടി വരികയുള്ളൂ. അങ്ങനെ കൂടി വന്നാൽ മാത്രമേ നിങ്ങൾക്ക് നോർമൽ ആഹാരം കഴിക്കാനും കഴിയുകയുള്ളൂ. അല്ലാതെ നിങ്ങൾ കഴിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ഒറ്റയടിക്ക് 100 കിലോയ്ക്ക് മേളിൽ പോയെന്നിരിക്കും. അതുകൊണ്ട് വളരെ സൂക്ഷിച്ചാണ് ദൈവമക്കൾ ഈ കാര്യങ്ങൾ ശ്രദ്ധിക്കണം. കർത്താവിൻ്റെ കൽപ്പനയാണ്, നമുക്കിത് ഒഴിവാക്കാൻ പറ്റത്തില്ല. നിങ്ങൾക്ക് വിജയിക്കണോ, ശുശ്രൂഷ വിജയിക്കണോ, നിങ്ങൾക്ക് മറ്റ് യാതൊരു വഴികളും ഇല്ല. ഒരു സെക്കൻഡ് ഓപ്ഷൻ നിങ്ങൾക്ക് തന്നിട്ടില്ല. നമുക്ക് അത് ചെയ്തേ പറ്റുകയുള്ളൂ. അപ്പോൾ തന്നെ ഇതിൻ്റെ ചില ദോഷഫലങ്ങൾ നമ്മുടെ ശരീരത്തിൽ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. പ്രത്യേകിച്ച് ഞാൻ മുമ്പ് പറഞ്ഞ ആസിഡിറ്റിയും പ്രത്യേകിച്ചും ആഹാരം കഴിക്കുമ്പം ഉണ്ടാകുന്ന, അതായത് നമ്മുടെ ലോ മെറ്റബോളിസവും അത് മുഖാന്തരം ഉണ്ടാകുന്ന നമ്മുടെ ഓവർ വെയ്റ്റും. ഈ കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കണം. ദൈവമക്കളെ ഇത് പ്രത്യേകിച്ച് ദൈവദാസന്മാർ ഒരുപാട് പേര് ഉപവസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നവരാണ്. അതുകൊണ്ട് നിങ്ങൾ ശ്രദ്ധിക്കണം. കർത്താവ് നിങ്ങളെ ധാരാളമായിട്ട് ജ്ഞാനം തന്ന് അനുഗ്രഹിക്കട്ടെ. ഇനി എന്തെങ്കിലും കാര്യം ചില കാര്യങ്ങളോടൊക്കെ മനസ്സിലുണ്ടായിരുന്നു, അതൊന്നും ഇപ്പോൾ ഓർക്കുന്നില്ല. എപ്പോഴെങ്കിലും ഓർക്കുകയാണെങ്കിൽ അതിന്മേൽ വീണ്ടും ഒരു വീഡിയോയോട് ചെയ്യുവാനായിട്ട് ഞാൻ ആഗ്രഹിക്കുകയാണ്. കർത്താവ് ഇന്നിങ്ങനെ ഒരു അവസരം തന്നതിനായിട്ട് കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. നിങ്ങൾക്കെല്ലാം പ്രയോജനമാകട്ടെ എന്ന് ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്തുകൊണ്ട്
എൻ്റെ വാക്കുകളെ ഇവിടെ അവസാനിപ്പിക്കുന്നു. കർത്താവ് നിങ്ങളെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ.